തെരുവുനായ ശല്യം വലിയൊരു രൂക്ഷമായി മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? തെരുവുനായ ശല്യം ഇപ്പം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം കൊച്ചുകുട്ടികൾ, വയോധികരെ ഇവർക്കാണ് കൂടുതലായിട്ട് ഇവരുടെ ആക്രമണത്തിന് വിധേയരാകാൻ സാധ്യതയുള്ളവർ. അപ്പം കൊച്ചുകുട്ടികളെയൊക്കെ സംബന്ധിച്ചോളം അവർ ഈ തെരുവുനായകളുടെ ആക്രമണം വരാൻ സാധ്യതയുള്ള മേഖലകൾ, ഹോട്ട്സ്പോട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കഴിയുന്നതും ആ ഭാഗങ്ങൾ ഒഴിവാക്കി പോകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവർ ആ ഹോട്ട്സ്പോട്ടിലുള്ള നായ്ക്കളെ ഉപദ്രവിക്കാതിരിക്കുക. ഇപ്പോൾ ചെറിയ കുസൃതിയുടെയൊക്കെ ഭാഗമായിട്ട് കല്ലെടുത്തെറിയുകയും അങ്ങനെയൊക്കെ വരുമ്പം ഒരു ശത്രുതാ മനോഭാവം, അവരിപ്പോൾ ഒരു പാക്ക് ഓഫ് ഡോഗ്സ് ഗ്രൂപ്പ് ആകുമ്പം അവരുടെ ആ ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ അക്രമാസക്തരാകാറുണ്ട്. അപ്പം അവരെ കഴിയുന്നതും ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ ഒരു ആക്രമണം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ബാഗോ കുടയോ അത് വലിച്ചെറിഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ശ്രദ്ധ അതിലേക്ക് വെച്ചിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഏതെങ്കിലും മാർഗത്തിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ ഒരു രക്ഷയില്ല, കടി കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ വിരൽ തുമ്പുകൾ, കാല് വിരലുകൾ, അതുപോലെ മുഖം, കഴുത്ത്, കണ്ണ്, ഈ ഭാഗങ്ങളിലൊക്കെ, കഴുത്ത് ഒക്കെ കിട്ടുന്ന കടികൾ വളരെ മാരകമാകാം. കാര്യം അതൊരു പേയുള്ള നായാണെങ്കിൽ നമുക്ക് പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വാക്സിനേഷനും സീറം കുത്തിവയ്പ്പും ഒക്കെ എടുക്കുന്നതിൽ കൂടി ആ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ടുള്ള വൈകുന്നതിന് മുമ്പ് തന്നെ ഈ വൈറസ് തലച്ചോറിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖം, വിരലുകൾ, കാൽവിരലുകൾ, കഴുത്ത് ഇവയൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കൈകൊണ്ട് നമ്മുടെ മുഖം മൂടി ഒരു ചുരുണ്ട് കിടക്കുക എന്നുള്ള ഒരു പൊസിഷൻ, അങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള കടി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തെരുവുനായ്ക്കളുടെ പേവിഷബാധ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. കോട്ടയം നഗരസഭ കവ എന്ന് പറയുന്ന ഒരു NGO ഏജൻസി മുഖേന കഴിഞ്ഞ 2.5 മാസമായിട്ട് റാബീസ് ഫ്രീ കോട്ടയത്തിൻ്റെ ഭാഗമായിട്ട് കോട്ടയം നഗരസഭയിലെ 55 വാർഡുകളിലും 2.5 മാസം കൊണ്ട് എല്ലാ തെരുവുനായ്ക്കളെയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ 725 നായ്ക്കളെ അവർക്ക് കുത്തിവയ്പ്പിന് വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരിപ്പം കുമരകം പഞ്ചായത്ത്, ഐമരം പഞ്ചായത്ത്, കുറിച്ചി പഞ്ചായത്തുകളിലേക്ക് ഈ പ്രോഗ്രാം വ്യാപിപ്പിക്കുകയാണ്. അതുകൂടാതെ ജില്ലയെ മുഴുവൻ സമ്പൂർണ്ണമായിട്ട് പേവിഷബാധ വിമുക്തമാക്കുന്നതിന് തെരുവുനായ്ക്കളെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുന്നതിനുള്ള ഒരു MOU അവർ താമസിയാതെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. കൂടാതെ മൃഗസംരക്ഷണ വകുപ്പ് 1 ലക്ഷത്തോളം വാക്സിൻ ഇവിടെ എല്ലാ മൃഗാശുപത്രി വഴിയും ലഭ്യമാക്കിയിട്ടുണ്ട്. പേവിഷബാധ ഏൽക്കാതിരിക്കാൻ വളർത്ത് നായ്ക്കളെയും വളർത്ത് പൂച്ചകളെയും ഒക്കെ വർഷാവർഷം ഈ കുത്തിവയ്പ്പിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് അവയിൽ നിന്ന് ഇതിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു വാക്സിനേഷനും 99% പ്രൊട്ടക്ഷനെ ഓഫർ ചെയ്യുന്നുള്ളൂ. 1% വരാനുള്ളൊരു ചെറിയ ചാൻസുകളുണ്ട്. പക്ഷേ തെരുവുനായ്ക്കളെ സമ്പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു 75% ഈ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഈ തെരുവ് നായ്ക്കളിൽ നിന്ന് അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധയുണ്ടായി മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഒരു സിവിക് സെൻസ് വളരെയധികം ഉയരേണ്ടതുണ്ട്. ഈ നായ്ക്കൾ ഹോട്ട്സ്പോട്ടിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അവിടുത്തെ തീറ്റ ലഭ്യതയാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ മാംസത്തിൻ്റെയും ഭക്ഷണാവശിഷ്ടങ്ങളും ഒക്കെ ലഭ്യത കുറവ് വരുമ്പോൾ മാത്രമേ ഇവരുടെ പ്രജനനം പോലും തടയുകയുള്ളൂ. അപ്പം തോന്നിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയുമ്പോൾ അത് ഇവയുടെ പ്രത്യുൽപാദനക്ഷമത കൂട്ടുകയും പെറ്റുപെരുകാനുള്ള സാധ്യതയുമുണ്ട്. അതിന് ശാസ്ത്രീയമായ ഒരു സമീപനമാണ് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം. അത് നമുക്ക് കോട്ടയം നഗരസഭയിൽ ABC സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഈ കഴിഞ്ഞ വർഷം നമുക്ക് 1762 തെരുവ് നായ്ക്കളെ നമുക്ക് പള്ളം ബ്ലോക്കിലെയും അതുപോലെ തന്നെ കോട്ടയം നഗരസഭയുടെയും പഞ്ചായത്തുകളിലെയും തെരുവ് നായ്ക്കളെ വന്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 1762. പുതിയതായിട്ട് ഒരു 3 ABC സെൻ്ററെങ്കിലും ഈ വർഷം നമ്മുടെ ജില്ലയിൽ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമം ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്.